മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. താൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ യേശു കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. പശ്ചാത്തലം നമുക്കറിയാം. യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവാണെന്ന് പറയുന്നു, ചിലർ യിരെമ്യാവാണെന്ന് പറയുന്നു, ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയുന്നു. യേശു കർത്താവ് പറഞ്ഞു, അവരങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, പക്ഷേ ഞാൻ ക്രിസ്തുവാണെന്ന് നിങ്ങളാരോടും പറയണ്ട. സമരിയക്കാരിയുടെ വിഷയം യോഹന്നാൻ 4 നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഒരു കുഴഞ്ഞ കേസെന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പോലൊരു സ്ത്രീയുടെ മുമ്പിൽ കർത്താവ് പറയുകയാണ്, ഞാനാണ് മശിഹ. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ലീവിങ് ടുഗദർ, കല്യാണം കഴിക്കാതെ തന്നെ ഒരാളുമായിട്ട് താമസിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. എനിക്ക് ഭർത്താവില്ല. സത്യമല്ലേ? സത്യമാണ്. യേശു പറഞ്ഞു, നീ പറഞ്ഞു ശരിയാണ്, നിനക്ക് ഭർത്താവില്ല. 5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവ നിൻ്റെ ഭർത്താവല്ല. ഒരാത്മീയാർത്ഥം നോക്കിയാൽ 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ ജയം നേടാൻ കഴിയാതെ ജീവിതത്തിൽ തോറ്റുപോയൊരു സ്ത്രീ. ഇപ്പോൾ ഉള്ളവനോ 6-ാമൻ, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യൻ, ആദാമ്യൻ. ഒരു രക്ഷയില്ല ജീവിതത്തിൽ, ഒരു മുന്നേറ്റവും ഇല്ല. നിങ്ങൾ പറയുന്നു യെരുശലേമിലാണ് ആരാധനയെന്ന്, ഞങ്ങളുടെ പിതാക്കന്മാർ പറയുന്നു ഈ മലയിലാണെന്ന്. എന്തായാലും ഞങ്ങൾക്ക് രക്ഷയില്ല. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ലും 6-ലും 7-ലും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നില്ലയോ? ഞാനോ നിങ്ങളോട് പറയുന്നത്? വ്യഭിചാരം ചെയ്യരുതെന്ന് എഴുതപ്പെട്ടിട്ടില്ലയോ? ഞാനോ നിങ്ങളോട് പറയുന്നു. കൊല്ലരുതെന്ന് എഴുതപ്പെട്ടിട്ടില്ലയോ? ഞാനോ നിങ്ങളോട് പറയുന്നു. അരുളപ്പാടിനാൽ വിടുതൽ. ആർക്കാ ഇത് കിട്ടുന്നത്? സമരിയാക്കാരിയെപ്പോലെ മശിഹ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അവൻ വരുമ്പോൾ ഞങ്ങൾക്കൊരു രക്ഷയുണ്ടെന്നറിയാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കാണ് ഇത് കിട്ടുന്നത്. പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. ഇനി ഒന്നിനും രക്ഷയില്ല, ദൈവത്തിലേ രക്ഷയുള്ളെന്ന് പറയാൻ സമയമായെങ്കിൽ രക്ഷപ്പെട്ടു. സ്വന്തം ശക്തി കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ദ്രിയജയം പടിവാതികലെത്തി. സ്വന്തം നീതി കൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കഴിയുകയില്ല, ശുശ്രൂഷ ചെയ്യാൻ കഴിയുകയില്ല, സാത്താൻ്റെ മുമ്പിൽ നെഞ്ചുവിരിച്ച് നിൽക്കാൻ കഴിയുകയില്ലെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, അതിനു മാത്രം തകർച്ച വന്നെങ്കിൽ, ക്രിസ്തു നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്താൻ സമയമായി. മത്തായി 5-ലെ അഷ്ടഭാഗ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന അവിടെ എഴുതിയിരിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗം അവർക്കുള്ളത്. അല്ല, ആത്മാവിൽ എന്നുള്ളത് മാറ്റിയിട്ടെന്ന് പറഞ്ഞ് ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തിനു ദുഃഖിക്കുന്നതാ? ആത്മീയ വിഷയത്തിൽ ദുഃഖിക്കുന്ന കാര്യം വിട്. ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങളെയാണ് സഭയ്ക്ക് വേണ്ടി ദുഃഖിക്കാൻ കർത്താവ്, പ്രാർത്ഥിക്കാൻ കർത്താവ് വിളിക്കുന്നത്. മറ്റുള്ളവരുടെ ഷൗട്ടിങ് കേട്ട്, ഒച്ചയിടൽ കേട്ട്, പേടിച്ച് വിറച്ച് യജമാനന്മാരുടെ കീഴിൽ കഴിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. നിങ്ങൾക്കറിയാം സൗമ്യതയുടെ വില. മൃദുവായി സംസാരിക്കുന്നതിൻ്റെ പ്രയോജനം നിങ്ങൾക്കറിയാം. നിങ്ങൾ സൗമ്യനാകും, ഭൂമിയെ കൈവശമാക്കും. വിശന്ന് ദാഹിക്കുന്നവനെ അറിയത്തുള്ളൂ വിശപ്പിൻ്റെ വില, ദാഹത്തിൻ്റെ വില. അവനാണ് നീതിക്ക് വിശപ്പ് കൊടുക്കുന്നത്. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പഠിച്ചവന് ദൈവത്തിൻ്റെ കരുണ. ജീവിതത്തിൽ പറ്റിയ വീഴ്ചകളെക്കുറിച്ച് ബോധമുള്ളവന്, സുബോധമുള്ളവന് ഹൃദയശുദ്ധി. അവിടെ ഇവിടെയും വഴക്കുണ്ടാക്കുന്ന കേട്ടിട്ട് എരികേറ്റി കൊടുക്കുന്നതിനല്ല, ഇതെങ്ങനെയൊന്ന് അവസാനിപ്പിക്കുമോ, എനിക്ക് നിവൃത്തിയില്ലല്ലോ എന്ന് നിരാശപ്പെടുന്നവന് ദൈവത്തിൻ്റെ പുത്രനാകാൻ, സമാധാനമുണ്ടാക്കാൻ കൃപ. കണ്ടോ ദൈവത്തിൻ്റെ വഴി? ജീവിതത്തിൽ ഇല്ലായ്മ, ബുദ്ധിമുട്ട്, സങ്കടം, നമ്മളതല്ലേ പറയുന്നത്. കർത്താവേ, അവർക്കൊന്നും ഇതില്ലല്ലോ കർത്താവേ, ഞങ്ങൾക്കാണല്ലോ ഈ പ്രശ്നം. കാരണം നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ ഭാഗ്യം തരാൻ, പകരാൻ തിരഞ്ഞെടുക്കപ്പെട്ട മാനപാത്രങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ടാണത് വന്നത്. ജോസഫ് കാരാഗൃഹത്തിൽ പോയി, കാരാഗൃഹത്തിൽ കിടന്നു. യഹോവ പുറത്തു നിന്നില്ല, യഹോവ കൂടെ പോയി.
യോസഫിനോട് കൂടെ ഇരുന്ന് ജയിലിനകത്ത്. കാരാഗൃഹ പ്രമാണിക്ക് ജോസഫിനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ദൈവമേ, ഈ കൃപ പുറത്ത് വെച്ച് കൊടുത്തിട്ട് ഇവനെ കാരാഗൃഹത്തിലോട്ട് വിടാതിരിക്കാൻ അങ്ങേക്ക് കഴിയത്തില്ലേ? കഴിയുമായിരുന്നു. പക്ഷേ ഒരു തടവുകാരൻ്റെ മനസ്സെന്താണെന്ന്, ഒരു ബദ്ധൻ്റെ മനസ്സെന്താണെന്ന്, തടവിൽ കഴിയുന്നവൻ്റെ ഉള്ളിലെന്താണെന്ന് നീ അറിയണമെങ്കിൽ നീ തടവിൽ പോകണം. നാളെ ഭരണാധികാരിയാകേണ്ടവരല്ലേ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലതരക്കാർ നിൻ്റെ മുമ്പിൽ വരും. അവരോട് കൃപ കാണിക്കണ്ടേ? അവരെ ശോധന ചെയ്യണ്ടേ? അതിനാണ് ഈ കൃപ. അതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുന്നില്ല. എല്ലാവർക്കും വചനം പൊരുൾ തിരിച്ചു കൊടുക്കുന്നുമില്ല. ശിഷ്യന്മാർക്കാണ് കൊടുത്തത്. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിനുള്ള ബുദ്ധിയെ ദൈവം ശിഷ്യന്മാർക്ക് കൊടുത്തു. അവർ ഭൂമിയുടെ ഉപ്പായി, അവർ ലോകത്തിൻ്റെ വെളിച്ചമായി. അവരോടാണ് പറയുന്നത്, ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് ആരിറക്കുമെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവനെ കയറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. വചനം നിങ്ങൾക്ക് സമീപം, അത് നിങ്ങളുടെ ഹൃദയത്തിൽ, അത് നിങ്ങളുടെ വായിൽ. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷയിലേക്ക് വന്നവന് ഇനി ജീവിക്കാനും കൂടെ നടക്കാനും വാഴാനും അതുതന്നെ മാർഗം. വിശ്വസിക്കുക, കൺഫസ് ചെയ്യുക, ഏറ്റുപറയുക, പ്രവചിക്കുക, സംസാരിക്കുക, വിശ്വാസം സംസാരിക്കുക, വചനം സംസാരിക്കുക. കാണുന്ന ലോകത്തിന് കാണാത്തൊരു കാര്യമുണ്ട്. അത് ലോകം വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. നാടൻ ഭാഷ പറയത്തില്ല, പൈസ കൊണ്ട് പൈസ എറിയണമെന്ന് പറയുന്നില്ലേ ബിസിനസ്സുകാർ? എന്നാലേ പൈസ വീഴത്തുള്ളത്. വചനം കൊണ്ട് വചനത്തെ എറിയേ. നിങ്ങളുടെ വചനം ചെന്ന് മുട്ടട്ടെ, വചനം ക്രിയ ചെയ്യട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഇരുട്ടുകൾ മാറട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, സൃഷ്ടിപ്പുകൾ ഉണ്ടാകട്ടെ, ശൂന്യതകൾ മാറട്ടെ, ഇല്ലാത്തതിനെ ഉള്ളതിനെപ്പോലെ വിളിച്ചു വരുത്തട്ടെ. അപ്പോൾ ഈ ബന്ധനങ്ങളെല്ലാം അഴിയുക. ജോസഫിനെക്കുറിച്ച് അപ്പോഴാണ് പറയുന്നത്. കാരാഗൃഹത്തിൽ കിടന്ന ജോസഫിനെക്കുറിച്ച് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവയുടെ വചനം വെളിപ്പെടുകയും അവൻ്റെ അരുളപ്പാടിനാൽ ശോധന വരികയും ചെയ്തപ്പോൾ കയ്യിലെയും കാലിലെയും ചങ്ങലയെല്ലാം പോയി. രാജാവ് ആളയച്ച് വിളിപ്പിച്ച് ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അരുളപ്പാട്, വചനത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിക്കുക. ജീവിതത്തിൻ്റെ വൈഷമ്യ ഘട്ടങ്ങളിൽ സ്തോത്രം ചെയ്യുക, അരുളപ്പാട് പ്രാപിക്കുക, വ്യത്യസ്തനാകുക, അനുഗ്രഹിക്കപ്പെടുക, ഒരനുഗ്രഹമാകുക. ക്രിസ്തു തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.